പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വെജിറ്റബിൾ മസാലക്കറിയാണ്. അതായത് കത്രിക്കയും പൊട്ടറ്റോയും വച്ചിട്ട് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ കടിക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രേവിയോട് കൂടിയ ഒരു കറിയാണ്. അതിനായിട്ട് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ എടുത്തു. അത് നല്ലവണ്ണം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 2 ചെറിയ വലിപ്പമുള്ള പൊട്ടറ്റോ നമ്മൾ കട്ട് ചെയ്തത് പൂർണ്ണമായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസിനെ പോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇതൊരു 80% നമ്മൾ കുക്കാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ബൗളിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. ഇത് നമ്മൾ ഗ്രേവിയിലും കിടന്ന് കുക്കാവും. അത് നല്ല ബ്രൗൺ കളറായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ബൗളിലേക്ക് ചേഞ്ച് ചെയ്തു. നമ്മുടെ കത്രിക്ക ബ്രിഞ്ചാൾ മസാലയ്ക്കുള്ള മെയിൻ ഏറ്റവും ഇതുള്ള ഒരു സാധനമാണ് ബ്രിഞ്ചാൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടുള്ള ബ്രിഞ്ചാൾ എടുത്ത് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിന് നമ്മൾ നല്ല രീതിയിൽ ബ്രൗൺ കളറാക്കി സോട്ട് ചെയ്തു. ഇതും ഒരു 80% കുക്കാവുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ കുക്ക് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഒരുപാട് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. അല്പം ഓയിൽ ഒഴിച്ചിട്ട് നമ്മളതിനെ ശരിക്കും ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ആദ്യം നമ്മൾ ജീരകം പൊട്ടിച്ചു. ഇതിൽ നമ്മൾ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഗരം മസാലയിൽ തക്കോലം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പട്ട നമുക്ക് ഇഷ്ടമുള്ള ഗരം മസാല ഇതിൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 അത്യാവശ്യം വലിപ്പമുള്ള സവാള നമ്മൾ ഫൈൻ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. അതിലേക്ക് 3 പീസ് ഉണക്കമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ബ്രൗൺ കളറാക്കി സോട്ട് ചെയ്തു. അതിന് വേണ്ടി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട്. അതിലേക്ക് 2 പീസ് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ടു. ഇനിയാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു ചെയ്യേണ്ടതാണ്, നമ്മൾ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണും ഇഞ്ചിയും ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് നമ്മളതിലേക്ക് ഇട്ടു. ഇനി ഇതിൻ്റെ മസാല നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ എല്ലാം നല്ല രീതിയിൽ സവോളയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം സോട്ടായി വരുമ്പോൾ നമ്മളതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തു. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് നമ്മൾ ചേർക്കുന്ന മസാല. അത് നല്ല രീതിയിൽ നമ്മൾ സോട്ട് ചെയ്യുന്നുണ്ട്. വളരെ സ്ലോ ഫയറിൽ വേണം ചെയ്യാൻ. ഇത് നല്ല രീതിയിൽ സോട്ടായിട്ട് നല്ലോണം മസാലയുടെ പച്ചക്കുത്തിൽ പോയി കഴിയുമ്പോൾ നമ്മളതിലേക്ക് തക്കാളി പേസ്റ്റ് ചെയ്തത് 3 തക്കാളി ചെറിയ തക്കാളി പേസ്റ്റ് ചെയ്താണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമ്മൾ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ പുളിരസം പോകുന്ന അത്രയും വളരെ ചെറിയ സ്ലോ ഫയറിൽ അതിനെ വഴറ്റി അതിലേക്ക് നമ്മൾ ആ മിക്സിയിലുണ്ടായിരുന്ന ബാക്കി വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് നമ്മൾ നല്ല രീതിയിൽ അതിനെ സോട്ട് ചെയ്യാണ്. ആ ഓയിൽ തെളിഞ്ഞു വരുന്നവരെ വളരെ സ്ലോ ഫയറിൽ, ഒരുപാട് ഫയർ കൂട്ടിയിട്ട് ചെയ്യരുത്, വളരെ കുറഞ്ഞ ഫയറിൽ നമ്മളതിനെ ശരിക്കും നല്ല രീതിയിൽ സോട്ട് ചെയ്യാണ്. അല്പം കൂടി ഉപ്പിട്ട് കൊടുത്തു. നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യാണ്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കത്രിക്ക ആദ്യം ഇട്ട് കൊടുത്തു. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു. അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. അല്പം ടൈറ്റായിട്ട് തന്നെയാണ് നമ്മൾ ഈ മസാല തയ്യാറാക്കുന്നത്. ഇതിലേക്ക് പശുവും പാലോ തേങ്ങാപ്പാലോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ മസാലക്കുത്ത് അധികം ഉണ്ടാവില്ല, നല്ലൊരു കളർഫുള്ളായിട്ട് നമുക്ക് കിട്ടും. അല്പം കൂടി മഞ്ഞ കളർ കൂടി വരും. ഗ്രേവി കിടന്ന് നമ്മുടെ കത്രിക്കയും പൊട്ടറ്റോ എല്ലാം നല്ല രീതിയിൽ കുക്കായി വന്നു. ഇപ്പം നമ്മളൊരു പശുവും പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1 കപ്പോളം പശുവും പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പശുവും പാലോ തേങ്ങാപ്പാലോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അല്പം കൂടി മല്ലിയില ഇട്ട് കൊടുക്കുക. അതിൽ വേണ്ടുന്ന ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇതെല്ലാം നമ്മുടെ ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ അല്പം നെയ്യ് കൂടി ഒഴിച്ചു, നല്ല ഫ്ലേവറാണ്. നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് അല്പം കൂടി ഉപ്പിട്ട് നമ്മൾ നല്ല അത്യാവശ്യം ഉപ്പ് ശരിക്കും ഇതിൽ നമ്മളിപ്പോൾ 3 തവണയായിട്ടാണ് ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. ഗരം മസാല മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അന്നേരം നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഗാർണിഷായിട്ട് നമ്മൾ ഒരു ചെറിയ കഷ്ണം തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണത്. കത്രിക്ക പൊട്ടറ്റോ മസാല. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക.